عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സൂറത്തുൽ മുസമ്മിൽ 73-ാമത്തെ സൂറത്താണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها المزمل. മുസമ്മിൽ മുദ്ദസ്സിർ എന്ന് നേരത്തെ പറഞ്ഞു. മുദ്ദസ്സിർ എന്ന ആ ഭയപ്പാടിൻ്റെ അവസ്ഥയിൽ പൊതച്ചു മൂടി കിടക്കുന്നതിനെയാണ് നമ്മൾ ആ മുദ്ദസ്സിർ എന്ന കഴിഞ്ഞ സൂറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ വഹയിൻ്റെ അനുഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പനിയും പേടിയൊക്കെ വന്ന് ആ ഒരു കിടപ്പിനെയാണ് മുദ്ദസ്സിർ കൊണ്ട് സൂചിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ മുസമ്മിൽ എന്ന് പറഞ്ഞാൽ സാധാരണ പൊതിച്ചു മൂടി കിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോൾ പൊതിച്ചു മൂടി കിടക്കുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് നല്ല തണുപ്പുള്ള സമയം നമ്മൾ പൊതിച്ചു മൂടി കിടക്കുന്ന ഏതൊരു പൊതിച്ചു മൂടലിനെ നമുക്കങ്ങനെ ഉദ്ദേശിക്കാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നതെങ്കിലും ഇസ്ലാമിക പ്രവർത്തകർ മുസ്ലിങ്ങളോട് മുഴുവനായിട്ടും മുസ്ലിം കൗമ് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർക്കും സത്യവിശ്വാസികൾക്കും കൂടിയുള്ള ഉപദേശമായിട്ടാണ് ഇതിനെ നമ്മൾ കണക്കാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ടല്ലല്ലോ ദീൻ അവതരിക്കുന്നത്. ഖുമിൽ ലൈല ഇല്ലാ ഖലീല, രാത്രി കുറച്ച് നേരം ഒന്ന് എണീറ്റ് നിസ്കരിക്കാൻ. അപ്പോൾ ഇത് ഇശാ നിസ്കാരമോ മഗ്‌രിബ് നിസ്കാരമോ അല്ല പറയുന്നത്. തഹജ്ജുദ് അഥവാ ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരത്തെ പറ്റിയാണ്. രാത്രി നമസ്കാരത്തെ പറ്റി ചില അബദ്ധധാരണകൾ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലുണ്ട്. അബദ്ധം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ രാത്രി നമസ്കാരം ഒന്ന് പറയാനുള്ളത് വിശുദ്ധ ഖുർആനിൽ ഇനി നമ്മൾ പല സൂറത്തുകളിലും ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഫർള് നമസ്കാരത്തെക്കാൾ ഏറെ പ്രാധാന്യത്തോടെ വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്തിട്ടുള്ളത് രാത്രി നമസ്കാരത്തെ പറ്റിയാണ്. രാത്രി നമ്മൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആ നമസ്കാരം, നമ്മൾ ഫർള് നമസ്കാരം അടക്കം നമ്മൾ മറ്റുള്ളവരെ ഒരു റിയാ അതിലൊക്കെ വരുന്നുണ്ട്. മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു ഷോ ചെയ്യുന്ന ഒരു പരിപാടി പോലെ ആവാറുണ്ട്. പക്ഷേ തഹജ്ജുദ് അഥവാ ഖിയാമുൽ ലൈൽ, നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നമസ്കാരം, രാത്രിയുടെ നമ്മുടെ നിശബ്ദതയിൽ ആദ്യ പകുതിക്ക് ശേഷമാണ് ഏറ്റവും അഫ്ളലായ സമയം എന്നാണ്. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ എണീക്കുന്ന ഒരു സന്ദർഭം, അതാണ് ഏറ്റവും നല്ലത് എന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ രാത്രി ഒരു 12 മണിക്ക് ശേഷം അല്ലെങ്കിൽ 2 മണിക്ക് ശേഷമൊക്കെ എഴുന്നേറ്റ്, അല്ലെങ്കിൽ പലരും ചെയ്യാറുള്ളത് സുബഹ് നിസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പ് കുറച്ച് നേരം എഴുന്നേറ്റ് നിസ്കരിക്കാറുണ്ട്. ഈ നമസ്കാരമാണ് രാത്രി നമസ്കാരം. അതിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഒന്നുകിൽ നിസ്ഫ് എന്ന് പറഞ്ഞാൽ പകുതിയാണ്, അതായത് 12 മണിക്കൂറുള്ള രാത്രിയുടെ 6 മണിക്കൂർ, അല്ലെങ്കിൽ അവിൻഖുസ് മിൻഹു ഖലീല, അല്ലെങ്കിൽ അതിലല്പം കുറച്ചോ ഒക്കെ ആവാം, ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ ഒക്കെ നിസ്കരിക്കാം. എന്നുവെച്ചാൽ ഇതൊന്നും ഫർളല്ല. എന്നാൽ ഫർളിനേക്കാൾ പ്രാധാന്യത്തോടെ വിശുദ്ധ ഖുർആനിൽ മുസ്ലിം സഹോദരന്മാർ അള്ളാഹുവിനോടുള്ള ഹബ്ബിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികളും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് ചെയ്യുന്നവരായിരിക്കണം നിങ്ങളൊക്കെ, കേൾക്കുന്ന എല്ലാവരും. ഇത് ഒരുപക്ഷെ വിശുദ്ധ റമദാനിൽ അത് പതിവാക്കുന്നവരാവാം. റമദാനിൽ പിന്നെ നമ്മൾ തറാവീഹ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അതിനെ. അപ്പോൾ തറാവീഹിൻ്റെ ഒരു ചരിത്രം കൂടി പറഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് വരാം. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ 30 ദിവസവും തറാവീഹ് നിസ്കരിച്ചൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു ചരിത്രം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തറാവീഹ് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ അതും അതിൻ്റെ സമയം അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ്. ഇശാ നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു സംവിധാനം ആക്കി എല്ലാവരും ഇശാക്ക് പള്ളിയിൽ വരില്ലേ, അപ്പോൾ അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇതന്നെ അങ്ങ് ചെയ്യാം എന്നൊരു ധാരണയിലെത്തിയതാണ്. അതിന് മുമ്പ് ഇത് ഉമർ റളിയല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കാലശേഷം ഉമർ റളിയല്ലാഹു അൻഹു അമീറായിട്ട് ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ സമയത്ത് ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെ പല കോണുകളിലായി പലരും പല ഭാഗത്ത് വന്നിട്ട് ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നതായിട്ട്, ഇഅ്തികാഫ് നിയ്യത്ത് ചെയ്ത് വന്നവർ അങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തആല എല്ലാവരോടും വരാൻ പറയുകയും ഒരാൾ ഇമാമത്ത് നിർത്തിയിട്ട് ജമാഅത്തായിട്ട് അത് ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എന്നാലാവട്ടെ അതൊരു വലിയ തെറ്റായിട്ട് അതിനെ കാണേണ്ടതില്ല. എന്നാൽ അത്
സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഇപ്പോൾ ഖുർആൻ ഓതിയിട്ട് നിസ്കരിക്കാനൊന്നും സാധ്യമല്ല. വിശുദ്ധ റമദാനിൽ ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഇത് സംവിധാനമുണ്ട്, തറാവീഹ് നിസ്കാരമുണ്ട്. അതിന് പുറമെ ഖിയാമുൽ ലൈൽ, രാത്രി ഇപ്പം ഗൾഫിലൊക്കെ നിങ്ങൾ പോയവർക്കറിയാം, രാത്രി 1 മണി 2 മണിക്ക് തുടങ്ങും, 12 മണിക്ക് ശേഷം തുടങ്ങും. പല പള്ളികളിലും മണിക്കൂറുകളോളം അല്ലെങ്കിൽ സുബഹ് വരെ നീണ്ട ഖുർആൻ പാരായണമായിട്ട് ചെയ്യുന്നതുണ്ട്. അതാണ് ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത്, തറാവീഹ് നിസ്കാരം. എന്തായാലും ഈ നിസ്കാരങ്ങളൊക്കെ രാത്രി നമ്മൾ എത്രയും നിസ്കരിക്കുന്നതോ അത്രയും നല്ലതാണ്. അതൊരിക്കലും നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമല്ല. എത്രയും നമ്മൾ കൂടുതൽ നിസ്കരിക്കുന്നത് അത്രയും നല്ലതാണ്. അപ്പം വിത്തർ, ഒറ്റയായിട്ട് അവസാനിപ്പിക്കുന്ന വിത്തർ നമസ്കാരം, ആ ഒറ്റയായിട്ട് അവസാനിക്കാറുമ്പോൾ 100 നിസ്കാരം നിസ്കരിച്ചിട്ട് 101ാമത്തെ നമുക്ക് ഒറ്റയാക്കുന്നതും ഒറ്റയാക്കലാണ്. ഏതായാലും രാത്രി നമസ്കാരം എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള, അയാളുടെ ജീവിതത്തിൽ അതിൻ്റെ അടുത്ത തുടർന്നുള്ള ആയത്തിൽ അതിൻ്റെ പ്രാധാന്യം തുടർന്ന് പറയുന്നുണ്ട്. ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. അപ്പോൾ റത്തിലിൽ ഖുർആന, തർത്തീലോടുകൂടി നിർത്തി സാവകാശം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. അപ്പോൾ അതിൽ അല്പം വർദ്ധിപ്പിച്ചിട്ടോ അധികമായിട്ടോ പാരായണം അതിൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ ഞാനൊരു അനുഭവം പങ്കുവെക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ UAE-ൽ ഇപ്പോഴും UAE-ൽ ഷാർജയിൽ ഒരു ഇമാം ഉണ്ട്, ഞാൻ പേരെടുത്ത് പറയുകയാണ്, ഷെയ്ഖ് മുഹമ്മദ് അബാദ. നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കാം. എൻ്റെ ജീവിതത്തിൽ നമ്മൾ പല മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ഒക്കെ നമുക്ക് വലിയ ഇഷ്ടമാണ്, നല്ല കാര്യങ്ങളുടെ ഒക്കെ നമ്മൾ കേട്ടിരിക്കും. പക്ഷേ ഇത് ഇമോഷണലായിട്ടുള്ളൊരു വല്ലാത്ത ഇമോഷൻ. എൻ്റെ ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ റമദാനിൽ ഞാൻ അവിടെ ഉള്ള സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറബികളല്ല, നമുക്ക് അറിയാം ഖുർആൻ്റെ മിക്ക ആയത്തുകൾ ഓതുന്ന കേൾക്കുമ്പോൾ നമുക്ക് അർത്ഥം അറിയാവുമെങ്കിലും അതിനെ നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കുക, മിസ്രികൾ, ഇദ്ദേഹം മിസ്രിയാണ്, ഇമാം മിസ്രിയാണ്. മാത്രമല്ല ആ പള്ളിയിൽ ഇപ്പം അവിടെ കറക്റ്റ് പറയുകയാണെങ്കിൽ നെബ്ബ ഏരിയ, റോള എന്ന് പറയുന്ന നെബ്ബ ഏരിയ ഷാർജയിൽ, അവിടെയുള്ള മെയിൻ ഒരു ഫയർ സ്റ്റേഷൻ്റെ ഒക്കെ മുമ്പിലുള്ള ഒരു പള്ളിയാണ്, അങ്ങനെ കറക്റ്റ് പറയുന്നതാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ സ്ഥിരമായിട്ട് ഒരു 3 വർഷത്തോളം താമസിക്കുകയും അവിടുത്തെ ഷെയ്ഖിൻ്റെ കീഴിൽ ഞാൻ ഖുർആൻ 1-2 ഷെയ്ഖുമാരുടെ കീഴിൽ ഖുർആൻ പഠിക്കുകയൊക്കെ ചെയ്യാൻ അവസരം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ഈ അബാദയായിട്ട് എനിക്ക് അടുത്ത വ്യക്തിബന്ധമാണ്, പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഖിറാഅത്ത് ശൈലി വെരി ഇമോഷണൽ. നമ്മൾ അതിൻ്റെ ഏറ്റവും പീക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരാൾ ഈ നിസ്കാരത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വിട്ട് കരഞ്ഞുപോയി. അപ്പം ബാദക്ക് ഇമാമിന് ഖുർആൻ പാരായണർക്ക് തടസ്സപ്പെടുമാറ് ഇദ്ദേഹം പൊട്ടി കരഞ്ഞുപോയി. നോർമലി കരയും, കാരണം ഈ 2 മണിക്ക് നമ്മൾ 2 മണിക്കാണ് തുടങ്ങാം. അപ്പോൾ 2 മണിയാകുമ്പോഴത്തേക്ക് ആ പള്ളി മുഴുവനും ബഹൂർ എന്ന് പറയുന്ന ഒരു സുഗന്ധമുണ്ട്, അതിങ്ങനെ പൂശും. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്നാട് മാറും പള്ളിയുടെ. എന്നിട്ട് AC ഇട്ടിട്ട് നല്ല തണുപ്പിക്കും. എന്നിട്ട് അതിലേക്ക് ഒരൊറ്റ ലൈറ്റ്, ഇമാമിൻ്റെ ആ ഭാഗത്ത് ചെറിയൊരു നേരോ ലൈറ്റ് മാത്രം ഇട്ട്, ബാക്കി മുഴുവൻ ഇരുട്ട്, ഒരു ഡാർക്ക് അന്തരീക്ഷം. വരുന്ന അറബികളാവട്ടെ മിക്കവാറും മിസ്രികളാണ്, കാരണം മിസ്രികൾ എല്ലാവരും കൂട്ടത്തോടെ 2 മണിയാകുമ്പോഴത്തേക്ക് കുടുംബസമേതം മക്കളും, അവിടെ പള്ളികളിൽ സ്ത്രീകൾക്കും സൗകര്യമുള്ളതുകൊണ്ട് സ്ത്രീകൾ ഒരു ഭാഗത്തും, എന്നിട്ട് നിറയെ ഈ പാരായണം തുടങ്ങിക്കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് എന്ത് മനോഹരമാണ്. അതിങ്ങനെ അങ്ങോട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഈ സൂറത്തൊക്കെ ഉണ്ടല്ലോ, മുസമ്മിലൊക്കെ പാരായണം ചെയ്യുമ്പോൾ ഈ തർത്തീല എന്നൊക്കെ പറയുമ്പോൾ ഈ തർത്തീല വളരെ ഒരു പീക്ക് ലെവലിൽ ഇങ്ങോട്ട് എടുത്ത് ആ പാരായണ ശൈലി തന്നെയാണ് ഒരു പക്ഷേ അത്രയും ആളുകൾ ആ പള്ളി നിറഞ്ഞ് കവിയുന്ന അവസ്ഥയിലേക്ക്. നമുക്ക് സീറ്റ് ഇട്ടാൽ നേരത്തെ പോകണം. ഞാൻ മഗ്‌രിബിന് ശേഷം പോയിട്ട് സീറ്റ് പിടിച്ച് മുസല്ല വിരിച്ച് ഇരിക്കണം, എന്നാലേ കിട്ടുള്ളൂ സീറ്റ്. അത്രക്കും തിരക്കാണ്. ഫസ്റ്റ് സഫ് ഞാൻ ആ വീഡിയോ എടുത്തിട്ട് നമ്മുടെ ചാനലിലൊക്കെ ഉണ്ട്, ആ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ഈ തർത്തീലായിട്ടുള്ള ഖുർആൻ അത്രയും മനോഹരമാണ്, അത് ആസ്വദിക്കണം. എന്നിട്ട് ആളുകൾ ഇങ്ങനെ കരഞ്ഞ് അവരുടെ കയ്യിൽ കർച്ചീഫ് ഉണ്ടാവും, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ. ടിഷ്യൂ പേപ്പർ അവിടെ അന്ന് ഏറ്റവും കൂടുതൽ ചില ആൾക്കാർ സ്പോൺസർ തന്നെ ചെയ്യും ടിഷ്യൂ പേപ്പർ. അത്രയും കരയാനായിട്ട് വരുന്ന പോലെയാണ്, കഴിഞ്ഞ പാപങ്ങളൊക്കെ കരഞ്ഞു തീർക്കുന്ന പോലെ. അതാണ് മനോഹരമായിട്ട് നമ്മുടെ രാത്രികൾ ഖുർആനുമായിട്ട് അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട് അത് വല്ലാത്തൊരു ഫീലാണ്. അതും നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളും നമുക്കെന്താ മലയാളിക്ക് സംഭവിക്കുന്ന തർത്തീലിൻ്റെ വിഷയത്തിലും ഖുർആൻ ഓതുന്ന വിഷയത്തിലൊക്കെ ചില പള്ളിയിലൊക്കെ നല്ല കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ബംഗാളികളോ ബീഹാരികളോ ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ നിർത്തും. പക്ഷേ എൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു പള്ളിയിൽ ഞാൻ കയറി, മലപ്പുറം ജില്ലയിലെ ഒരു പള്ളിയിൽ. ബക്കറയിലാണ് ബക്കറയിൽ തുടങ്ങിയ സൂറത്ത് പിന്നെ തിരിച്ച് അമ്മ ജുസിലെത്തി, പിന്നെ തിരിച്ച് യാസീനിലെത്തി, പിന്നെ ബക്കറയിൽ പോയിട്ട് അവസാനിച്ച്. ബക്കറയിൽ പിന്നിൽ ഒരാൾക്കും പരാതിയില്ല, ആർക്കും അറിയില്ല, മോമിങ്ങൾക്ക് അറിയില്ല, സാധുക്കൾ ഇങ്ങനെ കേട്ടിരിക്കുക. ഇയാളാവട്ടെ ഇയാൾ ഒരു സ്റ്റക്ക് പോലും വരുത്തുന്നില്ല എന്നുള്ള രസകരമായ കാര്യം. ഒന്ന് വിക്ക് വരിക, ഒന്ന് സ്റ്റക്കാവുകയൊന്നും ചെയ്യാതെ ആയത്തുകൾ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്. ഈ ഓതുന്നവർക്ക് പലർക്കും ഇത് അറിയില്ല എന്നുള്ളതും ഒരു വലിയ സത്യമാണ്. എന്താണ് ഓതുന്നത് എന്നുള്ള ഒരു ബോധമില്ലാത്ത ഇമാമും അതിനെപ്പറ്റി യാതൊരു ബോധമില്ലാത്ത മോമിമ്യങ്ങളും ഇതൊക്കെ മാറേണ്ടതുണ്ട്, അവസ്ഥ മാറേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെയൊക്കെ ഒരു പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന. അള്ളാഹു എല്ലാവർക്കും ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും ഒക്കെ തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ചെയ്യണേ അള്ളാഹ് ചെയ്യട്ടെ എന്ന് പറയുന്ന പോലും മര്യാദകേടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹുവോട് നേരിട്ട് തന്നെ പ്രാർത്ഥിക്കാൻ. എൻ്റെ ഇടയ്ക്ക് കുമാറാകണേ നോട്ടേന്നോ ഒന്നൊന്നും പറയണ്ട. അള്ളാഹുവോട് എപ്പോഴും പ്രാർത്ഥനകളൊക്കെ നേരിട്ടാകുന്നതാണ്. അള്ളാഹുവിനും ഇഷ്ടം, നമ്മുടെ മനസ്സിനും സുഖം തന്നെയാണ്. ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. ഖുർആൻ തർത്തീലായിക്കൊണ്ടങ്ങനെ രാത്രി ഇങ്ങനെ അല്പമോ കൂടുതലോ ആയിട്ട് ഇങ്ങനെ പാരായണം ചെയ്യണം. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. നിനക്ക് വലിയ സഖീലായിട്ടുള്ള ഖൗല്, വലിയ വർത്താനങ്ങളാണ്. ആകാശത്തെപ്പറ്റി, പ്രപഞ്ചത്തെപ്പറ്റി, പരലോകത്തെപ്പറ്റി, രക്ഷാശിക്ഷകളെപ്പറ്റി, മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ ചരിത്രങ്ങൾ, കഥകൾ, കഥാകഥനങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ വരണല്ലേ വഹയായിട്ട്. വലിയ ഭാരിച്ച ഭാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം, അതുകൊണ്ട് എൻ്റെ ഹൃദയ സാന്നിധ്യത്തോടെ രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ ഈ ഭാരിച്ച വചനങ്ങൾ, സഖീലായിട്ടുള്ള വചനങ്ങൾ അവതരിക്കാനുണ്ട്. അതുകൊണ്ട് നീ നിൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണം. അത് എല്ലാവരോടുമാണ്, നമ്മളോടും കൂടിയുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ തഹജ്ജുദും ഖിയാമുൽ ലൈലൊക്കെ 2 റക്അത്തെങ്കിലും പതിവാക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇന്ന ശാനിഅതൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വത്അൻ വഅഖ്വമു ഖീല. രാത്രിയിൽ ഈ നിസ്കരിക്കുന്ന നമസ്കാരം, ഈ നാശിയത്ത് എന്ന് പറഞ്ഞാൽ ഇശാ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റിട്ടുള്ള നിസ്കാരത്തിനാണ് പറയുക. ഹിയ അശദ്ദു വത്അൻ, അത് നമ്മുടെ ഹൃദയത്തെ ഷദീദ് കുറച്ച് സ്ട്രോങ് ആക്കി മാറ്റും. നമുക്ക് നല്ല വിൽ പവർ ഉണ്ടാവും, മനക്കട്ടി ഉണ്ടാവും. പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ജീവിതത്തിൽ വരുന്നതിനെ നേരിടാനുള്ള ശക്തിയാണ് രാത്രിയുള്ള ഒരു വിശ്വാസിയുടെ ഖിയാമുൽ ലൈൽ. അതെവിടെയാണെങ്കിലും ഒന്ന് എഴുന്നേറ്റ് പോയി, ഒന്ന് ബാത്റൂമിൽ പോയി ഒന്നെടുത്ത് വന്ന്, ഭാര്യ അറിയാതെ ഭർത്താവ് രഹസ്യമായിട്ട് അള്ളാഹുവുമായിട്ടുള്ള ഒരു മുനാജാത്ത്, ഒരു ചെറിയ ഇടപാട്, രഹസ്യമായിട്ടുള്ള ഒരു സംവിധാനം, ആരും അറിയണ്ട. ഇത് ഈമാനുള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞതാണ്. വഅഖ്വമു ഖീല, നിങ്ങളുടെ വചനങ്ങളൊക്കെ ഏറ്റവും നന്നാവാനും കൗലും സംസാരങ്ങളും ഒക്കെ നേരാവാനും ഒക്കെ നല്ലതാണ്. ഇന്ന ലക ഫിന്നഹാരി സബ്ഹൻ ത്വീല. നിനക്ക് പകല് നിനക്കെന്തുണ്ട്? സബഹൻ, ഒരുപാട് ജോലികൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ദീർഘമായ പരിപാടികളും ഒക്കെ ആയിട്ട് നീ മുന്നോട്ട് പോകുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, പ്ലസ് നമ്മളോടും കൂടി പറയാ, വദ്കുരിസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല. അതുകൊണ്ട് നീ നിന്റെ നാഥനെ സ്മരിക്കുക, ഓർക്കുക. റബ്ബിക, നിന്റെ റബ്ബിനെ, വതബത്തൽ ഇലൈഹി തബ്തീല, മറ്റെല്ലാം വിട്ട് അവനിലേക്ക് ഇഴകിച്ചേരുക, മുഴുകിച്ചേരുക. രാത്രി അങ്ങനെ ഒരു തരത്തിലുള്ള ഇഴകിച്ചേരൽ സാധ്യമാവണം. അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ, ആകാശത്ത് നക്ഷത്രങ്ങളുള്ള സന്ദർഭം,
രാത്രി എല്ലാം വിട്ട് നിശബ്ദതയുടെ അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിൽ വീണ് അള്ളാഹുവോട് കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റെന്ത് വേണം അവൻ്റെ ജീവിതത്തിൽ? അള്ളാഹുവാണ് ഏറ്റവും വലുത്. ഈ പ്രപഞ്ചമാസകലം, ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം സൃഷ്ടാവായ, സംരക്ഷകനായ, സംവിധായകനായ റബ്ബുൽ ഇസ്സത്ത്, ആ റബ്ബിനോട് പ്രേമത്തോടെ ഇഷ്ടത്തോടെ വല്ലാതെ അടുക്കുന്ന സന്ദർഭമാണ്. അത് മിസ്സാക്കരുതേ പ്രിയമുള്ളവരെ. പരമാവധി എത്ര തന്നെ ക്ഷീണമുണ്ടെങ്കിലും ഒന്ന് എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ നമ്മൾ സന്നദ്ധമാവണം. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വകീല. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ഖിയാമുൽ ലൈൽ മരണം വരെ നിലനിർത്താൻ തഹജ്ജുദിൽ എഴുന്നേറ്റ് നിന്നോട് മുമ്പിൽ സുജൂദിൽ വീഴാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്, റബ്ബുൽ മശ്രിഖിൻ്റെയും ഉദയസ്ഥാനത്തിൻ്റെയും മഗ്രിബിൻ്റെയും അസ്തമനത്തിൻ്റെയും ഇലാഹായ റബ്ബ് ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വകീല. അവനിലേക്ക് നീ അവനെ വക്കീലാക്കിയിട്ട് അവനെ ഭരമേൽപ്പിക്കണം. നിൻ്റെ കാര്യങ്ങളൊക്കെ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ വരെ അള്ളാഹുവോട് ചോദിക്കണമെന്ന് പഠിപ്പിച്ച ദീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിസ്സാരമായ വിഷയങ്ങൾ വരെ ഒരു സുഹൃത്തിനെ പോലെ, ഒരു കൗൺസിലറോട് നമ്മൾ തുറന്ന് സംസാരിക്കുന്നത് പോലെ അള്ളാഹുവോട് വിഷയങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം പറയാം. നമ്മൾ അറബി തന്നെ ദുആ ചെയ്യണമെന്നൊന്നുമില്ല. മലയാളം അറിയാം അള്ളാഹ്ക്ക്. അറബി എപ്പോൾ ഉണ്ടായി? അറബി അല്ലല്ലോ പ്രധാനം. അറബി ഖുർആൻ്റെ ഭാഷ ആയതുകൊണ്ട് മാത്രം. ഹീബ്രു അല്ലേ ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്ന് ഹീബ്രു ഭാഷ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഹീബ്രു അല്ലേ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്. ഇല്ല, എല്ലാ പ്രവാചകന്മാരും ഒട്ടുമിക്ക, ഇപ്പോൾ 4 നബിമാർ മാത്രമാണ് അറബിയിൽ വന്നിട്ടുള്ളത്. അത് തന്നെ ഇസ്മായിൽ നബി അറബി അല്ല, ഹീബ്രു ഭാഷയിലാണ് ജനിച്ചത്, പിന്നീട് അറബി പഠിച്ചതാണ്. ആലോചിച്ച് നോക്കൂ. അപ്പം ഭാഷക്കപ്പുറമാണ് അള്ളാഹ്. ഹൃദയത്തിൽ ചിന്തിക്കുന്നത് വരെ വികാരങ്ങളും എല്ലാം അള്ളാഹ്ക്കറിയാം. വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുർഹും ഹജ്റൻ ജമീല. നീ ക്ഷമിച്ചേക്കണം. അലാ മാ യഖൂലൂന, അവരുടെ വർത്താനങ്ങൾ. നിന്നെ ഭ്രാന്തനെന്ന് പറയുന്നു, നിന്നെ മാരണക്കാരനെന്ന് പറയുന്നു, നിന്റെ ജൽപ്പനങ്ങളെന്ന് പറഞ്ഞ് നിന്നെ പല രീതിയിലും അധിക്ഷേപിക്കുന്നവരുടെ വർത്താനങ്ങളൊന്നും നീ കാര്യമാക്കണ്ട. വഹ്ജുറുഹും ഹജ്റൻ ജമീല. നീ ഒരു ഭംഗിയായിട്ട് അതിൽ അങ്ങോട്ട് മാറി നിന്നാൽ മതി. അവരെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് അള്ളാഹു പറയാ. വദർനി വൽ മുകദ്ദിബീന ഉലിന്നഅമതി വമഹിൽഹും ഖലീലാ. അതുകൊണ്ട് വദർനി വൽ മുകദ്ദിബീന, ആ കാര്യം എനിക്കങ്ങ് വിട്ടു തന്നേക്ക്. ഉലിന്നഅമത, അവർക്കിപ്പോൾ ഞാൻ തുടക്കത്തിൽ കുറച്ച് നിഅമത്തൊക്കെ കൊടുത്തേക്കും. ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാവും, സമ്പത്തുണ്ടാവും, മക്കളുണ്ടാവും, വലിയ ആധിപത്യമൊക്കെ നാട്ടിലുണ്ടാവും. അതൊന്നും കാര്യമാക്കണ്ട. വമഹിൽഹും ഖലീല, അവർക്ക് അവസരം കൊടുക്കുകയാണ്. ചെറിയൊരവസരം, നന്നാവാനുള്ള അവസരം, സത്യദർശനം സ്വീകരിക്കാനുള്ള അവസരം. ഇന്ന ലദൈനാ അൻകാലം വജഹീമ, അടുത്ത് തന്നെ അവർക്ക് ജഹീമിലേക്ക്, കത്തിക്കാളുന്ന നരകത്തിലേക്ക്, അൻകാലൻ, കാൽ ചങ്ങലകൾ വെച്ചിട്ട് അവരെ ബന്ധിച്ച് തന്നെ അവരെ നരകത്തിയിലേക്ക് അവരെ ആനയിക്കാൻ പോവുകയാണ്. അടുത്ത് തന്നെ ശിക്ഷ അവരെ പിടികൂടുമെന്ന് അള്ളാഹു പറയുമ്പോൾ വതആമൻ സാ ഗുസ്സതിൻ വഅദാബൻ അലീമ, അവർക്ക് ചങ്കിൽ കുടുങ്ങുന്ന ഭക്ഷണം, ചങ്കിന്നങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള അത്രക്ക് മോശപ്പെട്ട ഭക്ഷണവും, വഅദാബൻ അലീമ, കഠിനമായ നോവേറിയ വല്ലാത്ത ശിക്ഷയും അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. യൗമ തർജുഫുൽ അർളു വൽ ജിബാലു വകാനതിൽ ജിബാലു കസീബം
മഹീല. അന്ന് ഭൂമിയും മലകളും വിറകൊള്ളുകയും പർവ്വതങ്ങൾ മണൽക്കൂനകൾ പോലെ ചിതറിത്തെറിച്ച് പോകുന്ന ദിവസമാണെന്ന്. യൗമുൽ ഖിയാമ, അന്ത്യ ദിവസത്തെ പറ്റി പറയാ. ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂലാ. ഉറപ്പായും നിങ്ങളിലേക്ക് റസൂലായിട്ട് ഇന്നാ അർസൽനാ ഇലൈക്കും റസൂല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അവതരിച്ച റസൂലുണ്ടല്ലോ, ഈ മുഹമ്മദ് മുസ്തഫയുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഷാഹിദായിട്ട് അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല. അവർക്ക് മുമ്പ് അവതരിച്ചിട്ടുണ്ടായിരുന്ന ഫിർഔനും ഒരു റസൂലിനെ അവതരിച്ചിട്ടുണ്ടായിരുന്നു. മൂസ അലൈഹിസ്സലാമിൻ്റെ കാര്യം എടുത്ത് പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മൂസ അലൈഹിസ്സലാം എന്ന് പറയുന്ന വലിയ ധിക്കാരിയുടെ ചരിത്ര സംഭവം ഓർക്കണം. കാരണം ഇവരൊക്കെ ഇന്ന് ഖുറൈശി പ്രമുഖരൊക്കെ വലിയ നിഗളിപ്പുമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ, സമ്പത്തിൻ്റെ പേരിൽ, മക്കളുടെ പേരിൽ, അധികാരത്തിൻ്റെ ഗർവിൽ അവരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവർ പോയിക്കോട്ടെ. അവർ പറയണതൊന്നും കാര്യാക്കണ്ട. യാ റസൂലല്ലാ, നിനക്കുള്ളത്, റസൂലേ നിങ്ങൾക്കുള്ളത് നാളെ സ്വർഗമാണ്, അവർക്കുള്ളത് ശിക്ഷയാണ്. ഇക്കാര്യം അള്ളാഹിൻ്റെ റസൂലിനെ ആശ്വസിപ്പിക്കുകയാണ്. തുടക്കത്തിലുള്ള സൂറത്തുകൾ, അന്യായമായിട്ട് ഈ സൂറത്തുകളൊക്കെ ഇസ്ലാമിൻ്റെ ആഗമനത്തിൻ്റെ തുടക്കം മക്കയിൽ ഒരുപാട് വെല്ലുവിളികളും പരീക്ഷണങ്ങളും നേരിട്ട സന്ദർഭത്തിലായിരിക്കണം. ഫറോവൻ ആ ദൂതനെ അഥവാ മൂസ അലൈഹിസ്സലാമിനെ ധിക്കരിച്ചു, തള്ളിക്കളഞ്ഞു. അതിനാൽ ഫഅഖദ്നാഹു അഖ്ദൻ വബീല, അതുകൊണ്ട് വല്ലാത്തൊരു പിടുത്തം പിടിച്ചു. എനിക്ക് വളരെ രസകരമായിട്ടൊരു സംഭവം തോന്നിയത്, ഇപ്പോൾ ഖത്തറിൽ നിന്ന്, ഇപ്പോൾ ഫലസ്തീനിലെ കുറേ കുട്ടികളെയും കുടുംബങ്ങളെയൊക്കെ ഖത്തർ ദത്തെടുത്തിട്ട് അവിടെ വളർത്തുന്നത്. അതിൽപ്പെട്ട ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ സ്റ്റാർ ആയിട്ടുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഇങ്ങനെ പറയുന്ന ഒരു പ്രസൻറ്റേഷൻ അറബിയിലാണ്, കേൾക്കുമ്പോൾ തന്നെ വലിയ രസമാണ്. അപ്പോൾ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ആരോ ചെയ്തിട്ട് ഇങ്ങനെ അടിയിൽ കോട്ടിങ് കൊടുത്തിട്ട് അതിപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയാ ഫലസ്തീൻ്റെ വിഷയത്തിൽ ആ കുട്ടിയുടെ ഒരു മോട്ടിവേഷണൽ ടോക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ കുട്ടി പറയാ, പണ്ട് ഇയാളെക്കാളും വലിയ ഈ പറഞ്ഞ ഞാൻ പേര് പറയണില്ല, കാരണം ഖുർആൻ്റെ ഒരു മജ്ലിസിൽ അത്രത്തേക്ക് മോശപ്പെട്ട ഒരാളുടെ പേര് എടുത്ത് പറയണ്ട, ഇസ്രായേലിൻ്റെ ആ കിരാതനായ ഭരണാധികാരി, ആ ഭരണാധികാരിയേക്കാളും വലിയൊരു ആള് പണ്ട് ഫറോവ എന്ന് പറഞ്ഞ ഫിർഔൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അന റബ്ബുക്കും ഇല്ല എന്നായിരുന്നു മൂപ്പരുടെ വാദം. ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ റബ്ബ് എന്ന്. എന്നിട്ട് അയാൾ പറയാ, ആ കുട്ടി പറയാ അതിൽ, ആ അളിയനെ നീന്താൻ പോലും പറ്റാതെ പഠിച്ച മുക്കി കൊന്നു കളഞ്ഞു. അളിയനൊന്നും നീന്താൻ പോലും പറ്റിയില്ല എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയ്ക്ക് നിസ്സാരമായിട്ട് ഇവരുടെ അന്ത്യം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ ദുനിയാവിൽ വെച്ച് അവരെ നിന്ദ്യരാക്കും, പരലോകത്ത് ഒന്നുമില്ല, അവർക്ക് ശിക്ഷയാണ്, കഠിനമായ ശിക്ഷയാണ്. അതുകൊണ്ട് നമ്മൾ സങ്കടപ്പെടണ്ട. ഇങ്ങനെ ആളുകളെ കൊലപാതകവും വംശഹത്യയും ഒക്കെ കാണുമ്പോൾ, വീണ്ടും വീണ്ടും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മളിതിലൊന്നും വിഷമിക്കണ്ട. അല്ലാഹു ഇന്നല്ലാഹ മഅനാ ഫകൈഫ തത്തഖൂന ഇൻ കഫർതും യൗമൻ യജ്അലുൽ വിൽദാന ശീബാ. നിങ്ങൾ സത്യത്തെ നിഷേധിക്കുകയാണെങ്കിൽ ഫകൈഫ തത്തഖൂന ഇൻ കഫർതും യൗമൻ യജ്അലുൽ വിൽദാന ശീബ. അതൊരു പ്രയോഗമാണ്. വിൽദാൻ, ചെറിയ കുട്ടികൾ വരെ നരച്ചു പോകുന്ന അവസ്ഥയിലേക്ക്, കാലങ്ങൾ അത്രക്കും ഒരു കലികാലമാണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ നിഷേധവുമായിട്ട് തുടരുകയാണെങ്കിൽ എന്നൊരു പ്രയോഗം. അസ്സമാഉ മുൻഫതിറും ബിഹി, അന്ന് ആകാശം പൊട്ടിപ്പിളരുന്ന ദിവസമാണ്. ഇൻഫിത്താർ നമ്മൾ പഠിച്ചില്ലേ, മുൻഫതിറും ബിഹി, അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും താറുമാറാകുന്ന ദിവസം. കാന വഅദുഹു മഫ്ഊല, ആ വാഗ്ദാനം ഉണ്ടല്ലോ അത് സംഭവിക്കുക തന്നെ ചെയ്യും, അത് പൂർത്തിയാക്കപ്പെടുക തന്നെ ചെയ്യും, അത് വരാനുള്ളതാണ്. യൗമുൽ ഖിയാമ ഇന്ന ഹാദിഹി തസ്കിറ, ഇതൊരു ഉത്ബോധനമാണ്, ഇത് ഒരു ഉത്ബോധനമാണ്. ഫമൻ ശാഅ ഇത്തഖദ ഇലാ റബ്ബിഹി സബീല, ആരെങ്കിലും ഈ സബീൽ, ഈ വഴി കാണാൻ, ഈ വഴിയിലേക്ക് സഞ്ചരിക്കാൻ, ഈ കാഫിറുകളാവട്ടെ ആരാവട്ടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സ്വീകരിച്ചു കൊള്ളുക. ഇനി വലിയൊരായത്താണ്. ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ ثلثي الليل
നിന്റെ നാഥനറിയാം, ഇന്ന റബ്ബക തീർച്ചയായും നിന്റെ റബ്ബ്, യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസയിൽ ലൈലി വനിസ്ഫഹു വസുലുസഹു വത്വാഇഫതും മിനല്ലദീന മഅക്. നിന്റെ കൂടെയുള്ള ചില ആളുകളുണ്ട്, രാത്രി ഒരു സംഘം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളവരെ മാത്രമല്ല, ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാരിൽ ചില ആളുകളുണ്ട്, അവർ രാത്രി നിസ്കരിക്കുന്നവരാണ്. എൻ്റെ കുട്ടിക്കാലത്തുള്ള ചെറിയൊരു അനുഭവം. ഒരു ദിവസം ഒരു വീട്ടിൽ താമസിക്കാൻ പോയപ്പോൾ അവിടെ ഒരു 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 രണ്ട് പേര്, ഒന്ന് എൻ്റെ ഒരു റിലേറ്റീവാണ്, അവൻ്റെ ഒരു സുഹൃത്തും, കുറച്ച് പ്രായമുള്ള വലിയ, അന്ന് എനിക്ക് തോന്നുന്നു അവരൊരു ഡിഗ്രിയോ PG ഒക്കെ പഠിക്കുന്നവരാവണം, രണ്ട് ചെറുപ്പക്കാർ. അവർ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ റൂമിൽ താമസിക്കാൻ. അപ്പോൾ രാത്രി ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തുടങ്ങി ഒരാൾ എണീറ്റ് ഒരു മൂലയിൽ കൈ രണ്ടും ഇങ്ങനെ, എൻ്റെ ചെറുപ്പത്തിലെ ആദ്യത്തെ അനുഭവമാണത്. ഒരാളിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട്, ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, നിശബ്ദതയിൽ ചെറിയ നിലാവട്ടത്തിൽ ഞാനിങ്ങനെ നോക്കുമ്പോണ്ട് ഒരാളിങ്ങനെ വിങ്ങി പൊട്ടി പൊട്ടി കരയുന്നു. അതെൻ്റെ ആ ഒരു കാഴ്ച എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സ്പാർക്ക്. കാരണം ഇത്രയും മനുഷ്യരുണ്ടോ ഈ ഭൂമിയിൽ നിഷ്കളങ്കമായിട്ട് അള്ളാഹുവോട് സുജൂദ് ചെയ്യുന്ന, നിഷ്കളങ്കതയുടെ പര്യായമായ മനുഷ്യർ ഈ ഭൂമുഖത്തുള്ളത് കൊണ്ടാവണം അള്ളാഹു ഈ ഭൂമിയെ നശിപ്പിക്കാതെ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഈ മണ്ണിനെയൊക്കെ നശിപ്പിക്കാതെ ഇതിനെ നിലനിർത്തുന്നത് ഇത്തരത്തിലുള്ള നിഷ്കളങ്കരായ ആളുകളുടെ ദുആ കൊണ്ട് മാത്രമാവണം. ആലോചിച്ച് നോക്കണത്. എന്തൊരു നിയമത്തുള്ള നാടാണ് നമ്മുടെ നാട്. നമുക്ക് പുറത്തേക്ക് പോയി നോക്കണം, നമ്മുടെയൊക്കെ നാടിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ അറിയണമെങ്കിൽ. വല്ലാഹു യുഖദ്ദിറുൽ ലൈല വന്നഹാർ, രാപ്പകലുകൾ കണക്കാക്കുന്നത് അല്ലാഹുവാണ്. علم أن لن تحصوه فتاب عليكم فاقرؤوا ما تيسر من القرآن. നിങ്ങൾക്കത് കൃത്യമായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്ന് അല്ലാഹ്ക്കറിയാം. അതിനാൽ നിങ്ങൾക്ക് ഇളവുണ്ട്. അതുകൊണ്ട് ഖുർആനിൽ നിന്ന് കഴിയുന്നത്ര നിങ്ങൾ പാരായണം ചെയ്യുക. അലിമ അൻ സയകൂനു മിൻകും മർദാ വആഖറൂന യദ്രിബൂന ഫിൽ അർളി യബ്തഗൂന മിൻ ഫദ്ലില്ലാഹി വആഖറൂന യുഖാതിലൂന ഫീ സബീലില്ലാഹ്. ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരായ ആളുകളുണ്ട്. ഇനിയും ചിലർ അള്ളാഹിൻ്റെ മാർഗത്തിൽ പോരാടാൻ, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ചവരുണ്ട്. അതൊക്കെ അള്ളാഹ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് നിങ്ങൾ സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങൾ ഫഖ്റഉ മാ തയസ്സറ മിൻ, നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ നിസ്കരിച്ച് പാരായണം ചെയ്യണം. വഖീമുസ് സ്വലാത വആതുസ് സകാത വഖ്രിലുല്ലാഹ ഖർളൻ ഹസന. അത് മാത്രം പോരാ, സകാത്ത് കൊടുക്കണം. സകാത്തിന് പുറമെ ഖർളൻ ഹസനയും നിങ്ങൾ കൊടുക്കണം. സകാത്ത് മാത്രം പോരാ, വഖ്രിലുല്ലാഹ ഖർളൻ ഹസന. അതെന്താ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിന്നെയും നിങ്ങൾ കടം കൊടുക്കുക. വീണ്ടും ഉദാരമായിട്ട് ദാനം ചെയ്യാൻ നമ്മളോട് കൽപ്പിക്കുകയാണ്. ഉള്ളത് കൊടുക്കുക. ആരും വിചാരിക്കേണ്ട ഞാനൊരു സമ്പന്നനല്ല, നിങ്ങൾക്ക് പറ്റുന്നതെന്തോ അത് നൽകുക. അതെത്ര ഒരു കാരക്കേട ചീന്ത് നൽകിയിട്ടെങ്കിലും നിങ്ങൾ നാളത്തെ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷ തേടണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുമ്പോൾ ചെറിയ ചെറിയ ദാനങ്ങൾ വരെ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അതും അള്ളാഹുവിൽ കണക്ക് വെക്കുന്നതാണ്. എല്ലാം കണക്ക് വെക്കുന്നവനാണ് അള്ളാഹു. അത് തെറ്റാണെങ്കിലും നല്ലതാണെങ്കിലും. وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا. നിങ്ങളെ സ്വന്തത്തിന് വേണ്ടി മുൻകൂട്ടി ചെയ്യുന്ന എല്ലാ നന്മകളും അള്ളാഹുവിങ്കൽ ഏറെ ഗുണമുള്ളതായി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യമാവട്ടെ, തജിദൂഹു മിൻ ഇൻദല്ലാഹ് ഹുവ ഖൈറൻ വ അഅ്ളമ അജ്റാ, അത് ഏറെ പ്രതിഫലം കിട്ടുന്നതായി അള്ളാഹു നിങ്ങളുടെ സ്വന്തത്തിന് വേണ്ടിയുള്ള. കാരണം ഈ സ്വന്തം സെൽഫിഷാകാൻ ഇവിടെയാണ് പറയുന്നത് കേട്ടോ പ്രിയമുള്ളവരെ. നമ്മൾ ആര് ചെയ്ത അമലും നമ്മിലേക്ക് കിട്ടാനുള്ളതല്ല, വേറൊരാൾ ചെയ്യുന്നത് നമ്മിലേക്കുള്ളതല്ല. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മളിപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണില്ലേ, നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? വേറെ ആർക്കെങ്കിലും വയറ് വിശപ്പ് മാറാനല്ലല്ലോ. നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യമാണത്. ശരീരത്തിന് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആത്മാവിൻ്റെ ഭക്ഷണമാണ് തഹജ്ജുദ്, ആത്മാവിൻ്റെ തേട്ടമാണ് തഹജ്ജുദ്.
ആത്മാവിൻ്റെ ആനന്ദമാണ് തഹജ്ജുദ്. രാത്രി എഴുന്നേറ്റൊന്നിങ്ങനെ സുജൂദിൽ വീഴുമ്പോൾ, രാത്രി നിശബ്ദതയിൽ അന്ത്യയാമങ്ങളിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ ഉദിച്ചു നിൽക്കുമ്പോൾ ഒരു ശബ്ദവും ഇല്ലാതെ നിശബ്ദത, എല്ലാവരും പുതച്ചു മൂടി സുഖമായി ഉറങ്ങുമ്പോൾ, അതാ പറഞ്ഞ ഈ സൂറത്ത് തുടങ്ങുക യായുൽ മുസമ്മിൽ, ആ സുഖമായി ഉറക്കത്തെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെ ഉറങ്ങുമ്പോൾ നമ്മൾ മെല്ലെ പുതപ്പ് മാറ്റി എണീക്കുന്നു, മെല്ലെ ബാത്റൂമിൽ പോയിട്ട് വുളു എടുത്ത് വന്നിട്ട് മെല്ലെ അല്ലാഹു അക്ബർ. ആരുമില്ല. ഒരു പക്ഷേ ഹൃദയത്തിൻ്റെ മിടിപ്പിൻ്റെ ശബ്ദം നമ്മൾ കേട്ടേക്കാം, അത്രമേൽ നിശബ്ദത. അങ്ങനെ റുക്കോഴ്, ദീർഘമായ റുക്കോഴ്, ദീർഘമായ സുജൂദിൽ ഓർമ്മകൾ, ചെയ്തു പോയ പാപങ്ങളുടെ ഓർമ്മകൾ, കണ്ണീരിങ്ങനെ ചാലിട്ടൊഴുകണം, റബ്ബിനോട് തേടണം. മെല്ലെ റബ്ബ് ആകാശത്ത് നിന്ന്, ഒരു സഹീഹായ ഹദീസിൻ്റെ റിവായത്തിൽ അല്ലാഹ് പറയുന്ന ഒരാൾ ലോകത്തെവിടെയെങ്കിലും അങ്ങനെ രാത്രി അർദ്ധരാത്രി നിസ്കരിക്കാൻ എഴുന്നേറ്റാൽ മലക്കുകളെ വിളിച്ചിട്ട് അള്ളാഹു പറയുക അത്രേ, എൻ്റെ ദാസൻ ഇന്ന നാട്ടിൽ, ഇന്ന രാജ്യത്ത്, ഇന്ന ദേശത്ത്, ഇന്ന വീട്ടിലതാ എൻ്റെ പ്രിയപ്പെട്ട ആബിദ് അതാ സുജൂദിൽ കിടക്കുന്നു കണ്ടില്ലേ എന്ന്. അള്ളാഹു വരെ അഹങ്കാരം കൊള്ളുന്ന അടിമയായി മാറണോ പ്രിയമുള്ളവരെ, സുജൂദിൽ വീഴണം. ഇത് വലിയൊരു ഭാഗ്യമാണ്. എല്ലാവർക്കും ഇത് കഴിയൂല. ഈ ഭൂമിയിൽ തിന്ന് തടിച്ച്, അങ്ങനെ പറയാം, തിന്ന് തടിച്ച് ധൂർത്ത് ചെയ്ത് ഭൂമി ദുനിയാവിനെ പ്രണയിച്ച് ജീവിക്കുന്ന ഒരുത്തന് സാധിക്കുന്നതല്ല. എത്ര മസിൽ പവറുള്ള, എത്ര ബോഡി ബിൽഡറായിട്ട് ജിമ്മിൽ പോവുകയും ബോഡിയൊക്കെ ഇങ്ങനെ കട്ടയായിട്ട് വെച്ചിട്ടും അഹങ്കാരമുള്ള ഒരുത്തന് പോലും സാധിക്കാത്ത കാര്യമാണ് ഈമാൻ. ശരീരത്തിൻ്റെ മസിൽസിൻ്റെ അപ്പുറം, വാരിയല്ലുകൾക്കപ്പുറം ഹൃദയത്തിൻ്റെ ഉള്ളിൽ വിശുദ്ധ ഇസ്ലാമിനോടുള്ള പ്രണയവും സ്നേഹവും ഇസ്സത്തും സൂക്ഷിക്കുന്ന ഒരു ഈമാനുള്ള യഥാർത്ഥ മുഅ്മിനിന് മാത്രം സാധിക്കുന്ന കാര്യമാണ് ഈ അർദ്ധരാത്രിയുള്ള സുജൂദ്. അല്ലാത്തവർക്കും നടക്കൂല, കഴിയൂല. അവർക്ക് അല്ലാഹ് അതിനുള്ള വിധി കൊടുത്തിട്ടില്ല. ഇത് വലിയൊരു സംഘടനയാണ്, ജിഹാദുൻ നഫ്സ്, സ്വന്തം ജഡികേച്ഛകളോടുള്ള പോരാട്ടം. ജീവിതത്തിൽ ശരീരത്തിൻ്റെ ആലസ്യങ്ങളോട്, ശരീരത്തിൻ്റെ തോന്നൽ, ശരീരം എപ്പോഴും ആഗ്രഹിക്കുക രാത്രി ഉറങ്ങാൻ. പ്രത്യേകിച്ച് സുബഹിന് നല്ല സമയമാണ്, നല്ല ഉറങ്ങാൻ ഏറ്റവും ഉറക്കം കിട്ടുന്ന സമയമാണ്. എല്ലാവരും എങ്ങനെയാണ് ഇന്നത്തെ മോഡേൺ സംവിധാനങ്ങൾ, ഇന്നത്തെ മോഡേൺ സംവിധാനങ്ങൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലൈറ്റ് കണ്ടുപിടിച്ചതോടുകൂടി പിന്നെ മനുഷ്യൻ്റെ ഉറക്കം പോയില്ലേ. മൊബൈൽ വന്നതോട് പിന്നെ ഉറക്കമില്ല. 12, 1 മണി 2 മണി കഴിയാതെ ഉറങ്ങാൻ പറ്റാത്ത ആളുകൾ, അങ്ങനെ ഉറങ്ങണവരും ഒക്കെ ചിന്തിക്കുക, അല്പം എണീറ്റിട്ട് നിസ്കരിക്കാൻ സമയം കണ്ടെത്തുക. നേരത്തെ ഉറക്കണം, മക്കളെയൊക്കെ ഉറക്കി ഭക്ഷണം കഴിപ്പിച്ച് കുടുംബം എല്ലാവരെയും ആ ശീലപ്പിൽ, അതൊക്കെ ഗൃഹനാഥനും ഉമ്മയും ഉപ്പയൊക്കെ ഒരുമിച്ചിരുന്നെടുക്കേണ്ട തീരുമാനം. ഒരാൾ വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. പക്ഷേ ആര് തീർത്താലും നമുക്ക് നടക്കുന്ന സാധ്യമായ ഒരു സംഗതിയാണ് ഈ നിസ്കാരം. തുടക്കത്തിൽ ഇത് തുടക്കക്കാരായ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ 2 റക്അത്ത് മതി. സുബഹി ബാങ്കിൻ്റെ മുമ്പ് കുറച്ച് നേരത്തെ എണീക്കാം. മലപ്പുറം ജില്ലയിലെ വലിയൊരു പണ്ഡിതൻ, ഖുർആൻ പണ്ഡിതൻ, കുറച്ചു കാലം അദ്ദേഹം മരണപ്പെട്ടു, മർഹൂം. അദ്ദേഹത്തോട് ഞാനിങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത വിജയം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത്രയും ഗ്രന്ഥങ്ങളൊക്കെ പരിഭാഷപ്പെടുത്താനും ഇതിനൊക്കെ എവിടുന്ന് അങ്ങക്ക് സമയം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആദ്യമൊന്നും മിണ്ടാതെ എന്നിട്ട് പറഞ്ഞു, ഇതിനൊക്കെ സമയം കിട്ടുന്നൊരു പണിയുണ്ട്, രഹസ്യമാണ്, ഒരു വലിയ രഹസ്യമുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഒരു 4 മണി സമയത്ത് എഴുന്നേൽക്കും. 4:30 എൻ്റെ കുളിയും എല്ലാം കഴിയും. അയൺ ചെയ്യാനുള്ളതും ഡ്രസ്സൊക്കെ മാറ്റി പുതിയ ഡ്രസ്സിടും. ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് ഞാൻ എൻ്റെ റബ്ബുമായിട്ടൊരു യാത്രയങ്ങോട്ട് പോകും. ആ യാത്രയിൽ റബ്ബുമായിട്ടെല്ലാം തുറന്ന് സംസാരിച്ചു കൊണ്ടുള്ളൊരു ദീർഘമായ നിസ്കാരമുണ്ട്. ആ നിസ്കാരം അവസാനിക്കുക അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഇത് കേട്ടിട്ടാണ് ഞാൻ എൻ്റെ നിസ്കാരം അവസാനിപ്പിക്കുക. എന്നിട്ട് ഞാൻ പള്ളിയിൽ പോകും, നിസ്കരിക്കും. പിന്നെ എല്ലാത്തിനും നമുക്ക് അള്ളാഹു ജീവിതത്തിൽ നമ്മുടെ സമയത്തിൽ അങ്ങ് ബർക്കത്ത് ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവെ ഈമാനുള്ള യഖീനോടെ വിശ്വാസം ഉൾക്കൊന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹുവെ ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തണേ. അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. പാപമോചനം തേടുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അള്ളാഹുവേറെ പാപമോചനം സ്വീകരിക്കുന്നവനാണ്.
അപ്പോൾ നമ്മൾ ഈ ഞാനൊക്കെ വലിയ പുണ്യവാനാണ് എന്നുള്ളൊരു ചിന്തയിലങ്ങ് നടക്കരുതേ പ്രിയമുള്ളവർ. നമ്മൾ എത്ര വലിയ പുണ്യവാന്മാരാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ തെറ്റുകാരാവാം. നമ്മുടെ നോട്ടം കൊണ്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം. നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾക്കറിയില്ല നമ്മൾ പലപ്പോഴും പറഞ്ഞു പോയത് കൂർത്തമ്പിൻ്റെ മുന പോലെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ചെന്ന് തറച്ചത്. നമ്മൾ മരിച്ചാലും ആ വാക്ക് അവർ മറക്കാത്ത വണ്ണം അവരുടെ മനസ്സിനെ നോവിച്ച വാക്കുകൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാകാം. ഇതൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരണ്ടേ? നമ്മൾ അള്ളാഹുവോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഭാവി അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതെന്താവണമെന്ന് അള്ളാഹുവിന് തീരുമാനിക്കാം. നമ്മുടെ ഭാവി അള്ളാഹിൻ്റെ കഴിയിലാണ്. നാളെ ഏത് ഹോസ്പിറ്റലിൽ അവിടെ പോയിട്ട് കിടക്കണം, ക്യാൻസർ വരണോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം, മരുന്നില്ലാത്ത അസുഖങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടണോ, ഇതൊക്കെ അള്ളാഹിൻ്റെ അടുക്കലുള്ള വിഷയമാണ്. അതുകൊണ്ട് പരമാവധി പടച്ച റബ്ബിനോട് ഖൈറിന് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം. എപ്പോഴും നിസ്കാരത്തിലും എല്ലാ സന്ദർഭത്തിലും പ്രാർത്ഥിക്കേണ്ട ഒരു ദുആയുണ്ട്. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഹസനത്താക്കണേ റബ്ബേ ദുനിയാവിലെ ജീവിതവും പരലോകത്തിലെ ജീവിതവും ഹസനത്താക്കണേ എന്ന് നിരന്തരം അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നവരാക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്ത് വിശ്വാസത്തിൻ്റെ ദീപം കൊളുത്തണേ അല്ലാ. യഖീനോടെയുള്ള ഈമാനുള്ളവരാക്കി ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവേ വന്നുപോയ പാപങ്ങൾ അള്ളാഹുവേ പുറത്തു തരണേ അല്ലാ. ജീവിതത്തിൽ അലസത വെടിഞ്ഞ് അള്ളാഹുവേ ഉറക്കത്തിൽ നിന്ന് ഈ പുതപ്പ് മാറ്റി എഴുന്നേൽക്കാൻ ചടുലതയോടെ കർമ്മനിരതരാകാൻ അള്ളാഹുവേ പ്രത്യേകം തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ ജീവിതത്തിലെ ഹറാമായ കാര്യങ്ങളിൽ നിന്നെല്ലാം ഞങ്ങൾ മാറ്റണേ അല്ലാ. അള്ളാഹുവേ ഹലാലായ കാര്യത്തിൽ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ അസ്സാബിഖൂൻ എന്ന് പറഞ്ഞ ആ മുന്നേറ്റക്കാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. സ്വർഗം നൽകണേ അല്ലാ. പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. ആരോഗ്യം നന്നാക്കി തരണേ അല്ലാ. ആശുപത്രിയിൽ കൊണ്ടുപോയി കിടത്തല്ലേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ അജർനാ മിനൻ നാർ. അല്ലാഹുവേ, ഓരോ ആളുകളും വിശുദ്ധ ഖുർആൻ്റെ ഈ ക്ലാസ് കേൾക്കുമ്പോൾ പലരും പല ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നു. ചിലർക്ക് മക്കളുടെ വിഷമങ്ങൾ പറയുന്നു, ചിലർ വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ, അല്ലാത്ത വെല്ലുവിളികൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടുള്ളവരെ അല്ലാഹുവേ നിൻ്റെ പരീക്ഷണമാണ്. എല്ലാ പരീക്ഷണങ്ങളെയും അതിജയിക്കാനുള്ള താക്കത്ത്, അതിനുള്ള ഈമാൻ അല്ലാഹുവേ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ വഹിക്കാനാവാത്ത പരീക്ഷണങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഭാര്യമാരെയും കുടുംബത്തെയും റഹ്മത്തും ബർക്കത്തും ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ നാടിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നാടിൻ്റെ ഈ സമാധാന അന്തരീക്ഷത്തെ നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.